നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റ കർഷകരിൽ റബ്ബർ കർഷകർക്ക് ലാഭപ്രളയം. കുരുമുളകിന് വീണ്ടും വില തകർച്ച. വെളിച്ചെണ്ണ വിലയിൽ കയറ്റം. സ്വർണ്ണവില കുറഞ്ഞു. തേയില വില കൂടി. ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില പോയ വാരവും ഉയരങ്ങളിലായിരുന്നു. ടയർ കമ്പനികളുടെ ആവശ്യവും ഉൽപ്പാദനക്കുറവും കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ കിലോയ്ക്ക് 300 രൂപയിലെത്തുമെന്നും കൊല്ലത്തും കൊച്ചിയിലുമുള്ള വ്യാപാരികൾ പറയുന്നു. റബ്ബർ കിലോ 282 രൂപയിൽ വിറ്റ് നിർത്തിയതിന് പോയ വാരം 288 രൂപ വരെയും ഉയർന്ന നിരക്കിൽ ടയർ കമ്പനികൾ വാങ്ങി. വിലയിലെ കയറ്റം അനുദിനം കൂടാൻ തുടങ്ങിയതോടെ വില കൂടുമെന്ന് കണ്ട് റബ്ബർ വിൽക്കാതെ പിടിച്ചുവച്ചവർ വിൽപ്പനക്കാരായതോടെ റബ്ബർ RSS 4 കിലോയ്ക്ക് 285 രൂപയായി കുറഞ്ഞാണ് വ്യാപാരം നിർത്തിയത്. ഒരു മാസത്തിനിടെ കിലോ 14 രൂപയുടെ വർധനവുണ്ടായി. RSS 5 കിലോ 284 രൂപ വരെയും കയറി. ചെറുകിട ടയർ കമ്പനികളിൽ നിന്നും റബ്ബറിന് ആവശ്യക്കാർ കൂടി വരികയാണെന്നും വ്യാപാരികൾ പറയുന്നു. രാജ്യാന്തര വില ബാങ്കോക്കിൽ ഇടിഞ്ഞത് വൻകിട കമ്പനികളുടെ അത്യാവശ്യത്തിന് മുന്നിൽ ആഭ്യന്തര വില ആഗോളതലത്തിൽ ഉയരങ്ങൾ കീഴടക്കിയത്. ആഭ്യന്തര വില ഉയർന്നിരിക്കെ ഇറക്കുമതി വരുമെന്ന ടയർ കമ്പനികളുടെ പ്രചരണത്തിൽ വ്യാപാരികളും കർഷകരും മുഖവിലക്കെടുത്തില്ല. ഇറക്കുമതി തീരുവ കുത്തനെ ഉയർന്നിരിക്കെ ഇറക്കുമതി ചെയ്താൽ വലിയ നേട്ടമൊന്നും കമ്പനികൾക്കുണ്ടാകില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തീരുവയിലെ വർധനവ് മൂലം വൻകിട ടയർ നിർമ്മാതാക്കൾ ഇറക്കുമതിയിൽ നിന്നും പിന്മാറി. ബാങ്കോക്കിൽ RSS 4 കിലോ 273 രൂപയായി കുറഞ്ഞിരിക്കെയാണ് രാജ്യാന്തര അവധി വ്യാപാരങ്ങളിലും വിലയിടിഞ്ഞു. ചൈന 238, ടോക്കിയോ 241. കഴിഞ്ഞ ദിവസത്തെ തോരാത്ത മഴയും ശക്തമായ കാറ്റും റബ്ബർ മരങ്ങളെ ബാധിച്ചെന്ന് കർഷകർ പറയുന്നു. ടയർ കമ്പനികളിൽ നിന്ന് ഡിമാൻഡ് തുടർന്നാൽ റബ്ബർ വില 300-ലെത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. രാജ്യാന്തര റബ്ബർ വിപണിയിൽ തളർച്ച. സംസ്ഥാനത്ത് ടാപ്പിംഗ് തടസ്സപ്പെട്ടു. രാജ്യാന്തര റബ്ബർ വിപണിക്ക് ഇനിയും വ്യക്തമായ ഒരു ദിശ കണ്ടെത്താനായില്ല. ഏതാനും ആഴ്ചകളായി മുന്നേറാൻ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല. അതേസമയം വിപണിയെ തളർത്താൻ വിൽപ്പനക്കാർ കച്ചകെട്ടി ഇറങ്ങിയെങ്കിലും അവരും പിന്നീട് ദുർബലരായി. ഇതുമൂലം റബ്ബർ വില നേരിയ റേഞ്ചിലാണ് നീങ്ങുന്നത്. ഇറക്കുമതി രാജ്യങ്ങൾ ബാങ്കോക്കിൽ നിന്നും അല്പം അകന്ന് ഷീറ്റ് വില താഴ്ത്താൻ ശ്രമിച്ചതിനിടയിൽ അവിടെ മഴ കനത്തതോടെ വിപണി നിയന്ത്രണം സ്റ്റോക്കിസ്റ്റുകളിലേക്ക് തിരിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ചൈനീസ് ടയറിന് ഇറക്കുമതി ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതിനാൽ ബെയ്ജിങ്ങിൽ നിന്നും അന്വേഷണങ്ങൾ കുറവാണ്. സംസ്ഥാനത്ത് മഴ കനത്തതോടെ ഉൽപ്പാദകർ ടാപ്പിംഗിൽ നിന്നും പിന്തിരിയാൻ നിർബന്ധിതരായി. റെയിൻഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ റബ്ബർ വെട്ട് തടസ്സപ്പെട്ടു. ഏലത്തിന് മികവ്. ഉത്സവ ഡിമാൻഡിനിടയിൽ കർഷകരെ മോഹിപ്പിച്ച് ലേല കേന്ദ്രങ്ങളിൽ ഏലം മികവ് കാഴ്ചവെച്ചു. വലിപ്പം കൂടിയ ഇനങ്ങളുടെ വില കിലോയ്ക്ക് 7070 രൂപ വരെയും കയറി. ഈ വർഷം നിരക്ക് ഇത്രമാത്രം ആകർഷകമാകുന്നത് ആദ്യമാണ്. കാലാവസ്ഥ വ്യതിയാനത്തിൽ ഏലം ഉൽപ്പാദനം ചുരുങ്ങുമെന്ന ആശങ്ക വിദേശ ബയർമാരുടെ ഉറക്കം കെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ പുതിയ അന്വേഷണങ്ങൾ എത്തുന്നത് കണ്ട് കയറ്റുമതിക്കാർ നിരക്ക് നോക്കാതെ മത്സരിച്ച് ചരക്ക് സംഭരിച്ചു. ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ ശരാശരി ഇനങ്ങൾ കിലോ 3000 രൂപയ്ക്ക് മുകളിലാണ് ലേലം നടക്കുന്നത്. കുരുമുളകിൽ ചാഞ്ചാട്ടം. കുരുമുളക് സ്ഥിരത കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അന്തർ സംസ്ഥാന വ്യാപാരികൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഉൽപ്പന്ന വില ഇടിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. ഇതിനിടയിൽ ഉത്തരേന്ത്യൻ ഇടപാടുകാർ വിപണിയെ പിന്നോട്ടടിക്കാൻ നടത്തിയ നീക്കത്തെ കർഷകരും സ്റ്റോക്കിസ്റ്റുകളും ചരക്ക് നീക്കം നിയന്ത്രിച്ച് തടയിട്ടു. ഈ മാസം മുതൽ വടക്കേ ഇന്ത്യയിൽ നിന്നും കുരുമുളകിന് ഉത്സവകാല ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നു. പതിവ് പോലെ നിരക്ക് കുതിച്ചുയരുമെന്ന വിശ്വാസത്തിലാണ് കർഷക കുടുംബങ്ങളും. 2 വർഷമായി കേരളത്തിൽ ഉൽപ്പാദനം കുറവായതിനാൽ വാങ്ങലുകാർക്ക് ആവശ്യാനുസരണം ചരക്ക് കണ്ടെത്താൻ പല അവസരത്തിലും കഴിഞ്ഞില്ല. കൊച്ചിയിൽ അൺകാർബിൾഡ് കുരുമുളക് 69,500 രൂപയിൽ ക്ലോസിംഗ് നടന്നു. ഇന്ത്യൻ വില ടണ്ണിന് $7,600, വിയറ്റ്നാം $6,000, ബ്രസീൽ $5,800, ഇന്തോനേഷ്യ $6,500 കൊട്ടേഷൻ ഇറക്കി. വിപണിയിൽ കുരുമുളക് വിൽപ്പനയ്ക്കെത്തിച്ച കർഷകർക്ക് വീണ്ടും നഷ്ടക്കച്ചവടം. കിലോയ്ക്ക് 1 രൂപ കുറഞ്ഞാണ് വിറ്റത്. കഴിഞ്ഞ 2 വാരത്തിനിടയിൽ നഷ്ടം 5 രൂപ. വിൽപ്പനയ്ക്ക് വരവ് കുറവായിരുന്നു. 172 ടൺ കുരുമുളകാണ് വിൽപ്പനയ്ക്കെത്തിയത്. തലേ വാരത്തെ അപേക്ഷിച്ച് 106 ടൺ കുറവാണ്. നാട്ടിൻപുറങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞു. വിൽപ്പനയ്ക്കെത്തിച്ചതെല്ലാം ഇറക്കുമതി മുളക് കൂട്ടിക്കലർത്തിയതായിരുന്നു. മസാല കമ്പനികൾക്ക് വേണ്ടി അന്തർ സംസ്ഥാന കച്ചവടക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച വാങ്ങലുകൾ ഉണ്ടായില്ല. ഓൺലൈനിൽ തുടങ്ങിയ അവധി വ്യാപാരത്തിൽ ഓഗസ്റ്റ് അവധി കിലോ 4 രൂപ കുറച്ചു. ഈ സാഹചര്യത്തിൽ പോയ വാരം ടെർമിനൽ വിപണിയിൽ വ്യാപാരം പൊതുവെ മാന്ദ്യത്തിലായിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള ഇറക്കുമതി മുളക് വയനാട്ടിലെ മാനന്തവാടി മുതൽ നാഗർകോവിൽ വരെയും എത്തി. ഇതെല്ലാം ആഭ്യന്തര വിപണിയിൽ വിറ്റ് തീർക്കാനാണ് ശ്രമം തുടരുന്നത്. വെളിച്ചെണ്ണ വില കത്തുന്നു. പ്രാദേശിക ഡിമാൻഡോ വ്യാവസായിക ആവശ്യങ്ങൾക്കോ കാര്യമായ ഡിമാൻഡ് ഇല്ലാതിരിക്കെ
ഓണം മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ച് കയറുകയാണ്. പോയ വാരം കൊച്ചി, തൃശൂർ മാർക്കറ്റിൽ വെളിച്ചെണ്ണ ലിറ്ററിന് യഥാക്രമം 8 രൂപ വീതവും കോഴിക്കോട് 6 രൂപയും കാങ്കയത്ത് 7 രൂപയും വില കൂടി. തൃശൂരിൽ കൊപ്ര കിലോ 10 രൂപയും കോഴിക്കോട് 7 രൂപയും കൊച്ചിയിൽ 6 രൂപയും കാങ്കയത്ത് 2 രൂപയും വില കൂടി. കഴിഞ്ഞ 3 വാരത്തിനിടയിൽ കൊച്ചിയിൽ വെളിച്ചെണ്ണ ലിറ്ററിന് 28 രൂപയാണ് കൂടിയത്. വില വീണ്ടും കൂടുമെന്നാണ് വ്യാപാര വൃത്തങ്ങൾ നൽകുന്ന സൂചന. വില ഉയർത്താൻ തമിഴ്നാട് ലോബികൾ കൊപ്ര പൂഴ്ത്തിവയ്പ് തുടർന്നുകൊണ്ടിരിക്കെ തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ കൊപ്ര വില കൂടി. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് 258 രൂപ, തയ്യാർ 253, കൊപ്ര തെളിവ് കിലോ 166 രൂപ, ഓടെ 164 രൂപ. തൃശൂർ വെളിച്ചെണ്ണ 259 രൂപ, കൊപ്ര 168, കോഴിക്കോട് 268, കൊപ്ര 171, കാങ്കയം വെളിച്ചെണ്ണ 245, കൊപ്ര 164 രൂപ. കൊച്ചിയിൽ കഴിഞ്ഞ വാരം 34,000 ലിറ്റർ വെളിച്ചെണ്ണ മൊത്ത വിപണിയിൽ വിൽപ്പനയ്ക്കെത്തി. സ്വർണ്ണവില പോയ വാരം കയറി ഇറങ്ങി കുറഞ്ഞു. പവന് 1,06,960 രൂപയിൽ വിറ്റ് നിർത്തിയത് 1,05,240 രൂപ വരെയും കുറഞ്ഞ ശേഷം വാരാവസാനം 1,05,760 രൂപയായി കുറഞ്ഞു. പോയ വാരം പവന് 1,200 രൂപ കുറഞ്ഞു. രാജ്യാന്തര വില സ്വർണ്ണ ഔൺസിന് $11 കുറഞ്ഞു. ഔൺസിന് $4,041. വിനിമയ നിരക്കിൽ രൂപയ്ക്ക് 1 രൂപ 20 പൈസ നേട്ടം. 96 രൂപ 55 നിന്നും 95 രൂപ 38 ശക്തി പ്രാപിച്ചു. ചൂടോടെ തേയില. ആഭ്യന്തര പാക്കറ്റ് വ്യാപാരികൾ CTC പൊടി തേയില കിലോ 3 രൂപ വില ഉയർത്തിയാണ് ലേലത്തിൽ പങ്കെടുത്തത്. പൊടിത്തേയില 9,21,700 കിലോ ലേലത്തിൽ വിൽപ്പനയ്ക്കെത്തി. കയറ്റുമതി ഡിമാൻഡ് കുറഞ്ഞ ഇലത്തേയില വിലയിൽ മാറ്റമില്ലാതെയാണ് കയറ്റുമതിക്കാർ വാങ്ങിയത്. ഇലത്തേയില 3,20,000 കിലോ ലേലത്തിൽ വിൽപ്പനയ്ക്കെത്തി. തലേവാരത്തെ അപേക്ഷിച്ച് ഇലത്തേയില 4,800 കിലോ കുറവാണ് ലേലത്തിൽ വിൽപ്പനയ്ക്കെത്തിയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. വിപണി വിശേഷങ്ങളിൽ എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.